അവിടുത്തെ പരിശുദ്ധാത്മാവിന്റെ വലിയ അഭിഷേകത്താൽ അങ്ങ് നിറയ്ക്കണമേ. അങ്ങ് നൽകിയ കൃപ ഉപയോഗിച്ചുകൊണ്ട്, അങ്ങയുടെ നാമത്തിൽ അങ്ങ് നൽകിയ അധികാരം ഉപയോഗിച്ചുകൊണ്ട് ഇവരുടെ കരങ്ങളിലെ എല്ലാ കെട്ടുകളും ബന്ധനങ്ങളും യേശുവിന്റെ നാമത്തിൽ അഴിഞ്ഞു പോകുവാനിടയാകട്ടെ. ഹല്ലേലൂയ. അങ്ങ് അഴിക്കുന്ന കൃപയ്ക്കായി നന്ദി പറയുന്നു. എല്ലാവരെയും അനുഗ്രഹിക്കുന്ന കൃപയ്ക്കായി നന്ദി പറയാവായ ദൈവമേ, ആത്മാവിന്റെ വലിയ ശക്തി കൊണ്ടും കൃപ കൊണ്ടും നിറയപ്പെടട്ടെ. പരിശുദ്ധാത്മാവിന്റെ വലിയ ചൈതന്യം കൊണ്ട് നിറയപ്പെടട്ടെ. ഹല്ലേലൂയ. രോഗങ്ങളും അത്ഭുതങ്ങളും അടയാളങ്ങളും ഇവരിൽ സംഭവിക്കട്ടെ. ബന്ധനങ്ങളിൽ നിന്ന് പൂർണ്ണ മോചനം പ്രാപിക്കട്ടെ. അവിടുത്തെ സാന്നിധ്യവും ശക്തിയും എല്ലാവരും അനുഭവിക്കട്ടെ. ശക്തിക്ക് പിതാവായ ദൈവമേ, ആത്മാവിന്റെ വലിയ ശക്തി കൊണ്ട് അവിടെ നിന്ന് നിറയ്ക്കണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഹാർട്ട് സംബന്ധമായ പ്രശ്നമുള്ള ആ മകന്റെ തൊണ്ടയാണ് കർത്താവ് കാണിക്കുക. തൊണ്ടക്കുഴിയാണ് കർത്താവ് കാണിക്കുക. ആ തൊണ്ടക്കുഴിയിലേക്ക് ദൈവിക പ്രകാശം കടന്നു ചെല്ലുന്നത് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. കർത്താവിന് നന്ദി പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കൂ. ഞങ്ങൾ എൻ്റെ ഹാർട്ടിനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് കർത്താവ് പറയുക, സൗഖ്യം തുടങ്ങിയിട്ടുണ്ട് എന്ന് കർത്താവ് എനിക്ക് മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. കണ്ണിന് രണ്ടും കാഴ്ച കുറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയെ കർത്താവ് കാഴ്ചയിലേക്ക് നയിക്കുന്നതായി കർത്താവ് പറയുന്നുണ്ട്. തിമിരത്തിൻ്റെതായ ഒരു പാട വന്ന് മൂടിയിരിക്കുകയാണ്. ആ പാടം ആ കർത്താവിൻ്റെ പ്രകാശം ചെന്ന് അതിനെ പൊട്ടിച്ചു മാറ്റുന്നതായി കർത്താവ് കാണിക്കുന്നുണ്ട്. നന്ദി പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കില്ലവരും. ദൈവത്തിൻ്റെ ആത്മാവ് വസിക്കുവാൻ നീ അതിയായി ആഗ്രഹിക്കൂ. ദൈവം നമ്മുടെ ഇടയിൽ അത്ഭുതങ്ങളും അടയാളങ്ങളും പ്രവർത്തിക്കുന്നത് യേശു ഇന്നും നമ്മുടെ മധ്യേ ജീവിക്കുന്നു എന്ന് നിനക്ക് വെളിപ്പെടുത്തി നൽകുകയാണ്. കൈയുടെ കുഴയ്ക്ക് വേദനയായി തോന്നുക. കൈയുടെ കുഴയുടെ മോൾഭാഗത്തായി ഇവിടെ ചൊറിഞ്ഞ് തടിക്കുക, ചൊറിച്ചിലുണ്ടാക്കുക, ഇതെല്ലാം കർത്താവ് മാറ്റിക്കൊണ്ടിരിക്കുന്നതായി കർത്താവ് പറയുന്നുണ്ട്. കർത്താവ് ഒരു ചെറുപ്പക്കാരനോട് പറയുന്നു, നിന്റെ നിരാശ മാറ്റൂ. നിനക്ക് ശരീരത്തിൽ ഇപ്പോൾ ഉണ്ടാകുന്ന ക്ഷീണത്തെ അവഗണിച്ചുകൊണ്ട് നീ പരിശുദ്ധാത്മാവിൽ നിറയപ്പെടുവാൻ പ്രാർത്ഥിക്കുവാൻ കർത്താവ് ആവശ്യപ്പെടുന്നുണ്ട്. നിന്റെ അസ്ഥി സംബന്ധമായ സകല അസുഖങ്ങളും കർത്താവ് മാറ്റുന്നതായി കർത്താവ് മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. ഇവിടെ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരെ കർത്താവ് പറയുന്നു, നിങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കരുത്, നീ നിനക്ക് വേണ്ടി തന്നെ പ്രാർത്ഥിക്കുക. മകന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഒരു അമ്മയോട് പറയുകയാണ്, മകനെ ദൈവരങ്ങളിൽ കൊടുത്തുകൊണ്ട് നീ നിനക്ക് വേണ്ടി തന്നെ പ്രാർത്ഥിക്കൂ. പരിശുദ്ധാത്മാവിൽ നിറയപ്പെടുവാൻ പ്രാർത്ഥിക്കൂ. എല്ലാവരും ദാഹത്തോടെ പ്രാർത്ഥിക്കുക. എനിക്ക് പരിശുദ്ധാത്മാവിനെ തരണമേ. ഞാൻ ഒരുക്കപ്പെട്ട വ്യക്തിയാണ്, ഞാൻ തീരുമാനമെടുത്ത വ്യക്തിയാണ്. എനിക്ക് പരിശുദ്ധാത്മാവിനെ തരണമേ. വചനം കേട്ടുകൊണ്ട് ഞാൻ ഉറച്ച തീരുമാനമെടുത്ത വ്യക്തിയാണ്. എനിക്ക് പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം തരണമേ എന്ന് പ്രിയമുള്ളവരെ, കർത്താവ് ഒരു കാത് കാണിച്ചു തരുന്നുണ്ട്. ഒരു കമ്മലൊക്കെ ഇട്ടൊരു കാതാണ്, ഒരു കാതാണ് കാണിച്ചു തരിക. കർത്താവ് അനുഗ്രഹിക്കുന്നതായി കർത്താവ് പറയുന്നുണ്ട്.
ചെവിയിൽ ഇങ്ങനെ പഴുപ്പുണ്ടാക്കുക. കർത്താവ് പൂർണ്ണ സൗഖ്യം നൽകുന്നതായി കർത്താവ് പറയുന്നുണ്ട്. പ്രാർത്ഥിക്കുക, എല്ലാവരും പ്രാർത്ഥിക്കുക. പരിശുദ്ധാത്മാവേ, എന്നിലേക്ക് കടന്നു വരണമേ, എന്നിൽ വന്ന് നിറയണമേ. തന്നാലും നാഥ ആത്മാവിനെ, തന്നാലും നാഥ നിന്റെ ജീവനെ, നിത്യസഹായകനെ എന്നിലേക്ക് കടന്നു വരണമേ. നമ്മുടെ ഉള്ളം എല്ലാവരും ദാഹിക്കുക. കണ്ണുകൾ അടച്ചുകൊണ്ട് എല്ലാവരും പ്രാർത്ഥിക്കുക. ആത്മാവിന് വേണ്ടി നിങ്ങൾ ദാഹിക്കുക. തന്നാലും നാഥ നിൻ ജീവനേ, നിത്യ സഹായകനെ. കരങ്ങൾ ഉയർത്തി. തന്നാലും നാഥ ആത്മാവിനെ, നാഥ ആത്മാവിനെ അതിയായ ദാഹത്തോടെ ചോദിക്കുക. സഹായകനേ, പിതാവായ ദൈവമേ, പുത്രനായ യേശുവിന്റെ നാമത്തിൽ ഈ നിമിഷം ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ആത്മാവിന്റെ അഭിഷേകത്താൽ എല്ലാവരെയും നിറയ്ക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. നാവ് ചലിപ്പിച്ചുകൊണ്ട് എല്ലാവരും നാവ് ചലിപ്പിച്ചുകൊണ്ട് യേശുവിനെ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. കാലിന്റെ വേദന കർത്താവ് സൗഖ്യപ്പെടുത്തുന്നുണ്ട്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. Hallelujah, hallelujah, hallelujah. Hallelujah, hallelujah, hallelujah. Hallelujah, hallelujah, hallelujah. Hallelujah, hallelujah, hallelujah. Praise the Lord. ഒത്തിരി വർഷങ്ങളായി ഞാൻ എൻ്റെ മക്കൾക്ക് വേണ്ടിയും എൻ്റെ കുടുംബക്കാർക്ക് വേണ്ടിയും എൻ്റെ ചാർച്ചക്കാർക്ക് വേണ്ടിയും ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു. പക്ഷേ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് എനിക്ക് എപ്പോഴും തോന്നുമായിരുന്നു. പക്ഷെ ഒരിക്കലും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാനായിട്ട് എനിക്ക് സാധിച്ചിരുന്നില്ല. ഇന്നലെ എനിക്ക് ബ്രദർ പ്രാർത്ഥനയുടെ സമയത്ത് പറഞ്ഞു, മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. അതെ, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ പറഞ്ഞു. അന്നേരമാണ് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ എനിക്ക് സാധിച്ചത്. ഇന്നലെ പരിശുദ്ധാത്മാഭിഷേക സമയത്ത് പ്രിപ്പറേഷൻ നടത്തിക്കൊണ്ടിരുന്നപ്പോഴും ഞാൻ ഏറ്റവും കൂടുതൽ ദൈവത്തോട് ആഗ്രഹിച്ചു, ആ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി എനിക്ക് വേണം. ഞാൻ നിർബന്ധം പിടിച്ചു, ഭയങ്കരമായി നിർബന്ധം പിടിച്ചു, പ്രാർത്ഥിച്ചു. എങ്കിലും അത്രയധികം എനിക്ക് ഇന്നലെ കിട്ടിയില്ല. പക്ഷേ ഇന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ബ്രദർ പറഞ്ഞു, ഇങ്ങനെ ഹൃദയത്തിൽ ഇങ്ങനെ ഭാരമുണ്ട്, അത് ഏറ്റവും മാക്സിമം ഉച്ചത്തിൽ സ്തുതിക്കാൻ പറഞ്ഞു. ഞാൻ എൻ്റെ സർവ്വശക്തിയും എടുത്ത് ഞാൻ സ്തുതിച്ചു. അങ്ങനെ സ്തുതിച്ചുകൊണ്ടിരുന്നപ്പോൾ അതുവരെ ഞാൻ കണ്ണടച്ച് സ്തുതിക്കുമ്പോൾ ഇങ്ങനെ പലതരത്തിലുള്ള കളറുകൾ, നീല, പച്ച, മഞ്ഞ, ഇങ്ങനെ കളറുകൾ മാറി മാറി വരുന്നതാണ് കണ്ടത്. ഇങ്ങനെ അത്യുച്ചത്തിൽ സ്തുതിച്ചുകൊണ്ടിരുമ്പോൾ ദൂരെ നിന്നൊരു പ്രകാശം, ഇങ്ങനെ പ്രകാശത്തിൻ്റെ ആ വലിപ്പം കൂടി വരുന്നതായിട്ട് കാണുവാനായിട്ട് സാധിച്ചു. പക്ഷെ അത് എന്നിലേക്ക് വരും. ഇപ്പം ഞാൻ നിറയുമെന്ന് പ്രതീക്ഷിച്ചു. പക്ഷെ നിറഞ്ഞില്ല. പക്ഷെ നിറയുമെന്ന് എനിക്ക് ബോധ്യമുണ്ട്. കാരണം എൻ്റെ അങ്ങനെയുള്ള സ്തുതിപ്പാണ് കർത്താവ് എന്നിലൂടെ ആഗ്രഹിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായി. ഇനി സ്തുതിക്കുമ്പോൾ തീർച്ചയായിട്ടും അങ്ങനെ സ്തുതിക്കണമെന്നുള്ളൊരു ബോധ്യം എനിക്ക് തന്നു. തന്നെയുമല്ല, കഴിഞ്ഞ പ്രാവശ്യം ധ്യാനത്തിന് വന്നപ്പോൾ അന്യഭാഷാ വരത്തിൽ സ്തുതിക്കുവാനുള്ളൊരു കൃപ എനിക്ക് കിട്ടി. എങ്കിലും പൂർണ്ണമായിട്ടും എനിക്കതങ്ങ് വിശ്വസിക്കാൻ പറ്റില്ല. വീട്ടിൽ ചെന്നിട്ടാണെങ്കിൽ പലതവണ ശ്രമിച്ചു നോക്കി, പിന്നെയും വരുന്നുണ്ട്. പക്ഷേ ഇന്ന് ഇവിടെ സ്തുതിച്ചുകൊണ്ടിരുന്നപ്പോൾ അറിയാതെ തന്നെ ആ പ്രകാശം വരുന്നതോടൊപ്പം തന്നെ എൻ്റെ നാക്ക് കുഴഞ്ഞു പോകുന്നതും വേറെ ഭാഷയിൽ എനിക്ക് സ്തുതിക്കാൻ, അത് എൻ്റെ കൺട്രോളിന് അതീതമായി എനിക്ക് സ്തുതിക്കുവാനായിട്ട് സാധിച്ചു. ഈ തീ കത്തുന്നത് പോലെയായിട്ടുള്ള ഒരു അനുഭവമാണ് തോന്നി. തീയിൽ ഇങ്ങനെ യേശു നിൽക്കുന്നതായിട്ടാണ് തോന്നിയത്. ദൈവമേ, എനിക്ക് അതുപോലെ ഞാനിവിടെ പ്രാർത്ഥിച്ചുകൊണ്ട് നിന്നപ്പോൾ ഭയങ്കര ഒരു തീ ഗോളം എൻ്റെ മുൻപിലേക്ക് വരുന്നതായി, ഒരു കാറ്റടിക്കുന്നതായിട്ടുമാണ് എനിക്ക് അനുഭവപ്പെട്ടത്. ഇവിടെ ഈ ധ്യാനം കൂടാനായിട്ട് വരുമ്പോൾ എൻ്റെ ഹൃദയത്തിലുണ്ടായിരുന്ന ഏക ലക്ഷ്യം പരിശുദ്ധാത്മാവിൽ നിറയുകയും മുന്നോട്ട് വിജയകരമായ ജീവിതം ക്രിസ്തുവിൽ നയിക്കുകയും ചെയ്യണമെന്നുള്ളതായിരുന്നു. കർത്താവിനെ കണ്ടപ്പോൾ എനിക്ക് സന്തോഷമായി. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ ഇവിടെ ഇങ്ങനെ നടുക്ക് കർത്താവ് നിൽക്കുന്നത്, ഇങ്ങനെ കൈ ഉയർത്തി എല്ലാവരെയും അനുഗ്രഹിക്കുന്നതും, കർത്താവിൽ നിന്ന് ഈ ട്യൂബ് ലൈറ്റിൻ്റെ വീതിയിലും നീളത്തിലും ഒരു നദി പോലെ അനുഗ്രഹം.
അതുപോലെ തന്നെ മറ്റൊരു നദി അഗ്നിയുടെ രൂപത്തിൽ, അഗ്നി തിളച്ച് അഗ്നി ഇങ്ങനെ 2 നദികളായിട്ട് അവിടെ നിന്ന് ഈ ഭാഗത്തേക്ക് ഒഴുകുന്നതായിട്ട് ഞാൻ കണ്ടു. ദൈവത്തിന് സ്തോത്രം. എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒരു മലയുടെ മുകളിൽ നിന്ന് ഒരു അരുവി ഇങ്ങനെ ഒഴുകി ഇങ്ങനെ വരുന്നതായിട്ടും ഒരു കർത്താവിൻ്റെ ഒരു രൂപവും ഞാൻ കണ്ടു. സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ ഇഷ്ടം സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം ഞങ്ങൾക്ക് തരണമേ, ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ പാപങ്ങൾ ഞങ്ങളോട് ക്ഷമിക്കണമേ, ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപേ ഞങ്ങളെ രക്ഷിക്കണമേ. രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കുമുള്ളതാകുന്നു. ആമേൻ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ കൃപാസൂറാദവും ഈ ധ്യാനകേന്ദ്രത്തിന്മേലും കടന്നു വന്നിരിക്കുന്ന എല്ലാ മക്കളുടെ മേലും പ്രാർത്ഥിച്ച എല്ലാ വിഷയത്തിന്മേലും തുടർന്നുള്ള ഞങ്ങളുടെ ഓരോരുത്തരുടെ ജീവിതത്തിന്മേലും എന്നും എന്നേക്കും എപ്പോഴും ഉണ്ടായിരിക്കുമാറാകട്ടെ.